വലിയ സ്ഫോടനം തന്നെയാണ് റെഡ് ഫോർട്ടിന് സമീപം മെട്രോ സ്റ്റേഷൻ 1-ാം നമ്പർ ഗേറ്റിന് സമീപം ഉണ്ടായിരിക്കുന്നത്. ഈ സ്ഫോടനം ഉണ്ടായത് ഒരു കാറിലാണ്. പാർക്ക് ചെയ്തിരുന്ന കാറിനകത്തു നിന്നും വലിയ ശബ്ദത്തിൽ തന്നെ പൊട്ടിത്തെറി ഉണ്ടാവുകയും അതിവേഗം തീ ആളിപ്പടരുകയുമായിരുന്നു. സമീപത്തുണ്ടായിരുന്ന മറ്റ് 2 കാറുകളിലേക്ക് കൂടി ഈ തീ പടരുകയായിരുന്നു. സമീപത്തുള്ള മറ്റു വാഹനങ്ങളിലേക്കും തീ പടർന്നിട്ടുണ്ട്. ഇവിടെ ഈ ഒരു സ്ഫോടനത്തിൽ ഒരാൾ മരിച്ചതായുള്ള സ്ഥിരീകരണം റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. അതേസമയം നിരവധി പേർക്ക് പരിക്കേറ്റതായും റിപ്പോർട്ടുകളുണ്ട്. ആദ്യഘട്ടത്തിൽ ഇപ്പോൾ രക്ഷാപ്രവർത്തനം പ്രദേശത്ത് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ അപകട സ്ഥലത്തേക്ക് ഫയർ എഞ്ചിനുകൾ എത്തിച്ചേർന്നിരിക്കുന്നു. 8 ഫയർ എഞ്ചിനുകളാണ് സ്ഥലത്തേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. രക്ഷാപ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ തന്നെ അപകടത്തിൽ 3 പേർക്ക് പരിക്കേറ്റതായാണ് പ്രാഥമികമായി ലഭിക്കുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ഇപ്പോൾ പോലീസ് ഈ പ്രദേശത്തു നിന്നും ആളുകളെ ഒഴിപ്പിക്കുന്ന നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. മറ്റ് ഈ അപകടത്തിന്റെ കാരണം, അതിന്റെ സ്വഭാവം എന്നിവയുമായി ബന്ധപ്പെട്ട ഇതുവരെയും ഔദ്യോഗികമായ വിശദീകരണം ഈ ഘട്ടത്തിൽ പോലീസ് നൽകുന്നില്ല. പ്രാഥമിക പരിശോധനകൾ പൂർത്തിയാക്കിയ ശേഷം മാത്രമായിരിക്കും എന്ത് തരത്തിലുള്ള സ്ഫോടനമാണ്, ഇത് ഒരു അട്ടിമറിയാണോ അല്ലെങ്കിൽ ഒരു അപകടം ആണോ എന്നതുമായി ബന്ധപ്പെട്ട ഒരു സ്ഥിരീകരണം പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയുള്ളൂ. സാധാരണ നിലയിൽ വലിയ തിരക്ക് ഉണ്ടാകുന്ന ഒരു മേഖലയാണ്. ഇന്ന് റെഡ് ഫോർട്ട് പ്രവേശനം ഇല്ലാത്തതിനാൽ തന്നെ സാധാരണ നിലയേക്കാൾ കുറഞ്ഞ തിരക്കാണ് ഈ പ്രദേശത്ത് ഉണ്ടായിരുന്നത് എന്നാണ് പോലീസ് അടക്കമുള്ളവർ സ്ഥിരീകരിക്കുന്നത്. എങ്കിൽ പോലും ഈ മേഖല എന്നുള്ളത് വലിയ ജനസാന്ദ്രതയുള്ള ഒരു മേഖലയാണ്. മാർക്കറ്റ് തൊട്ടടുത്തായി സ്ഥിതി ചെയ്യുന്നുണ്ട്. വഴിയോര കച്ചവടക്കാർ, അവരിൽ നിന്നും സാധനങ്ങൾ വാങ്ങാൻ എത്തുന്ന ആളുകൾ എന്നിവർ നിരവധി പേർ ഇന്നും ഈ സ്ഫോടനമുണ്ടാകുന്ന സമയത്തും പ്രദേശത്ത് ഉണ്ടായിരുന്നു. ഒരാൾ ഈ അപകടത്തിൽ മരിച്ചതായുള്ള റിപ്പോർട്ടുകളുണ്ട്. 3 പേർക്ക് പരിക്കേറ്റിരിക്കുന്നു. പ്രദേശത്ത് ഇപ്പോഴും രക്ഷാപ്രവർത്തനം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. രാജ്യ തലസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അതീവ ഗൌരവമായ ഒരു സാഹചര്യം തന്നെയാണ്, അല്ലെങ്കിൽ ഈ ഒരു സ്ഫോടനം എന്നതും നിർണായകമാണ്. പ്രത്യേകിച്ച് ഇന്ന് ഡൽഹിയിൽ വലിയ തോതിലുള്ള ഒരു സ്ഫോടന ഭീകരാക്രമണ പദ്ധതിയുമായി എത്തിയ സംഘത്തെ ഹരിയാന, ജമ്മു കശ്മീർ പോലീസുകളുടെ സംയുക്ത നീക്കത്തിൽ പിടികൂടിയിരുന്നു. 2900 കിലോ സ്ഫോടക വസ്തുക്കളും AK-47 തോക്കുകൾ അടക്കമുള്ള ആയുധങ്ങളും പിടികൂടിയിരുന്നു ഇന്ന് ഡൽഹി അതിർത്തിയിൽ നിന്നും. ഇത്തരം ഒരു സാഹചര്യം നിലനിൽക്കെയാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതും നിർണായകമാണ്. ഈ